പാകിസ്ഥാന്റെ വടക്കുഭാഗത്തുള്ള വ്യാവസായിക സ്ഥലത്ത് റേഡിയേഷൻ ചോർച്ചയുണ്ടായതായി അവകാശപ്പെടുന്ന ഒരു കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. പാകിസ്ഥാൻ സർക്കാരാണ് കുറിപ്പ് പുറത്തിറക്കിയതെന്നാണ് അവകാശവാദം. പാകിസ്ഥാനിലെ കിരാന കുന്നുകളിലെ ആണവ കേന്ദ്രങ്ങൾ ഇന്ത്യ ലക്ഷ്യമിട്ടിരുന്നോ എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഉയരുന്ന സാഹചര്യത്തിലാണ് കുറിപ്പ് പ്രചരിക്കുന്നത്. എന്താണ് ഇതിന്റെ വസ്തുത? റേഡിയോളജിക്കൽ സേഫ്റ്റി ബുള്ളറ്റിൻ എന്ന് പേരിട്ടിരിക്കുന്ന കുറിപ്പിൽ പാകിസ്ഥാൻ സർക്കാരിന്റെ പേരും ചിഹ്നവും കൂടാതെ കാലാവസ്ഥാ വ്യതിയാന പരിസ്ഥിതി ഏകോപന മന്ത്രാലയത്തെക്കുറിച്ചുള്ള പരാമർശവുമുണ്ട്. 2025 മെയ് 13-നാണ് കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. അടിയന്തര സ്വഭാവമുള്ളതാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ കോൺഫിഡൻഷ്യൽ ആൻഡ് ഇമ്മീഡിയറ്റ് എന്നും കുറിപ്പിന് നൽകിയിട്ടുണ്ട്. പരിശോധനയിൽ പ്രചരിക്കുന്ന കുറിപ്പിൽ വ്യാകരണ പിശകുകളും 17 അക്ഷരത്തെറ്റുകളും കണ്ടെത്താൻ കഴിഞ്ഞു. ഇതെല്ലാം കുറിപ്പ് ഔദ്യോഗികമല്ലെന്നും വ്യാജമാണെന്നും വ്യക്തമാക്കുന്നതാണ്. കുറിപ്പിലുള്ള ഇമെയിൽ വിലാസത്തിന് പാകിസ്ഥാൻ സർക്കാരിന്റെ ഇമെയിൽ വിലാസവുമായി യാതൊരു ബന്ധവുമില്ല. പാക് റേഡിയോളജിക്കൽ സേഫ്റ്റി ഡിവിഷന്റെ ഡയറക്ടർ ജനറൽ മാലിക് അസദ് റഫീഖ് എന്നും കുറിപ്പിലുണ്ട്. എന്നാൽ പാകിസ്ഥാനിൽ അത്തരമൊരു വകുപ്പില്ല. ന്യൂക്ലിയർ റെഗുലേറ്ററി അതോറിറ്റിയാണ് അവിടെയുള്ളത്. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള വസ്തുതാ പരിശോധന സംഘവും പാകിസ്ഥാൻ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന്റെ ഫാക്ട് ചെക്കിംഗ് സംഘവും കുറിപ്പ് വ്യാജമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്.